കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു മനുഷ്യന് സൗഖ്യം കൊടുക്കുകയാണ്. ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ശതാധിപൻ്റെ ബാല്യക്കാരനാണ്. കഫർന്നഹൂം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവ് എത്തിച്ചേർന്നപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു. ഈ ശതാധിപൻ എന്ന് പറയുന്നത് റോമ പട്ടാളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 100 പടയാളികളുണ്ട്. അതിൻ്റെ അധിപതിയാണ് ഈ ശതാധിപൻ എന്ന് കാണുവാൻ കഴിയുന്നു. തിരുവെഴുത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അനേകം ശതാധിപന്മാരെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്ന ഒരു ശതാധിപൻ, അവൻ്റെ ആവശ്യമെന്ന് പറയുന്നത് തൻ്റെ ബാല്യക്കാരൻ കഠിനമായിരിക്കുന്ന പക്ഷപാതം പിടിച്ച് വളരെ ഭാരപ്പെടുകയാണ്. അവനൊരു വിടുതൽ ആവശ്യമാണ്. അപ്പോൾ വിടുതൽ ആവശ്യമെങ്കിൽ വിടുതൽ വിടുവിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വരണം. ശതാധിപന് മനസ്സിലായി, കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യമുണ്ടാകും. കർത്താവിനോട് കാര്യം പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ മറുപടി, കർത്താവ് അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. കർത്താവ് ഒരു തടസ്സവും പറയുന്നില്ല, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. കാരണം കർത്താവ് സൗഖ്യദായകനായ കർത്താവാണ്. കർത്താവ് തൊട്ടാൽ, കർത്താവിനെ തൊട്ടാൽ, കർത്താവ് കൽപ്പിച്ചാൽ അവിടെ സൗഖ്യമാണ്, വിടുതലാണ്. അത് എത്ര വലിയ രോഗമാണെങ്കിൽ കർത്താവിന് സൗഖ്യമാക്കുവാൻ കഴിയാത്ത ഒരു രോഗവുമില്ല. കർത്താവിന് ചെന്ന് ചേരുവാൻ കഴിയാത്ത ഒരു ഇടവും ഇല്ല എന്നുള്ളതാണ്. കർത്താവിനെ തീർക്കുവാൻ കഴിയാത്തൊരു പ്രശ്നവും ഈ ഉലകത്തിലില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ വരാം, ഞാൻ അവനെ സൗഖ്യമാക്കും. എന്നാൽ ശതാധിപൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു. അതിൻ്റെ 8-ാമത്തെ വാക്യം, അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഒരു ശതാധിപൻ അധികാരമുള്ളവനാണ്, പദവിയുള്ളവനാണ്. അവൻ്റെ കീഴിൽ ജോലിക്കാരുണ്ട്. ആ മനുഷ്യൻ കർത്താവിനോട് തന്നെ താഴ്ത്തിയിട്ട് തൻ്റെ വിശ്വാസത്തെ ഉയർത്തി അവൻ പറയുകയാണ്, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൻ്റെ അകത്ത്, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. തൻ്റെ അയോഗ്യത മനസ്സിലാക്കി യോഗ്യനായ കർത്താവിനോട് പറയുന്നു, അപ്പാ, നീ യോഗ്യനാണ്, എന്നാൽ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് കർത്താവേ, നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ ഒരുവനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകുന്നു, ഒരുവനോട് വരാൻ പറഞ്ഞാൽ വരുന്നു, ഒരുവനോട് ഇന്ന കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു. അപ്പോൾ അധികാരമുള്ളവനാണ്, പദവിയുള്ളവനാണ്. അവൻ പറയുന്ന അവൻ്റെ വാക്കുകളെ അനുസരിപ്പാൻ കാതോർത്ത് നിൽക്കുന്ന ഭൃത്യന്മാർ അവനുണ്ട്. ആ മനുഷ്യൻ കർത്താവിൻ്റെ മുമ്പിൽ തന്നെ താഴ്ത്തി തൻ്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ച എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാണ്. അപ്പോൾ ദാസന്മാരെ സ്നേഹിക്കുന്ന ഒരു ശതാധിപൻ, അവരെ കരുതുന്ന ഒരു ശതാധിപൻ, അവരുടെ ആവശ്യങ്ങളുടെ മേൽ ഏതറ്റം വരെ കടന്നു പോകുവാൻ മനസ്സുള്ള ഒരു മനുഷ്യൻ. ഇങ്ങനെയുള്ള യജമാനന്മാർ ഇന്ന് ഭൂമിയിലുണ്ടോ?
കർത്താവെ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ. കർത്താവ് അതിൻ്റെ മുമ്പിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് പറയുകയാണ്, ഇസ്രായേലിൽ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ മനുഷ്യൻ്റെ വിശ്വാസം വലിയ വിശ്വാസം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിലുള്ള വലിയ വിശ്വാസം. കർത്താവിൻ്റെ വാക്കിൽ എൻ്റെ ദാസൻ, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അത് ആ മനുഷ്യൻ വിശ്വസിച്ചു. ഇന്ന് പ്രഭാതത്തിൽ ഈ ആത്മീയ ചിന്ത ശ്രവിക്കുമ്പോൾ, കർത്താവെ നിൻ്റെ ഒരു വാക്ക് മതി എൻ്റെ ജീവിതത്തിലെ സകല വിഷയങ്ങളുടെ മേലും പരിഹാരം വരുവാൻ. അങ്ങനെയൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ ആഴമായിട്ടൊന്ന് വിശ്വസിപ്പാൻ കഴിയുമോ? ദൈവത്തിൻ്റെ വിടുതൽ അവിടെയുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നു, 13-ാമത്തെ വാക്യം, പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ശതാധിപൻ തൻ്റെ ബാല്യക്കാരന് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ ഇടിവ് നിന്നപ്പോൾ അവൻ്റെ വിശ്വാസത്തെ ദൈവം വലിയ വിശ്വാസമെന്നുണ്ട്. ആ വിശ്വാസത്തിന് മേൽ ദൈവസൗഖ്യം തൻ്റെ ബാല്യക്കാരൻ്റെ മേൽ സംഭവിച്ചു. അവൻ വിടുതലുള്ളവൻ, സൗഖ്യമുള്ളവനായി തീർന്നു. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കാം. എൻ്റെ സകല വിഷയങ്ങൾക്കും പരിഹാരകൻ, എൻ്റെ സകല ആവശ്യങ്ങളുടെ മേലും പരിഹാരകൻ, എന്നെ മുൻപോട്ട് നയിപ്പാൻ, എന്നെ കരുതുവാൻ, കാക്കുവാൻ, വഴി നടത്തുവാൻ, എൻ്റെ തലമുറയെ മാനിക്കുവാൻ, എൻ്റെ ആവശ്യങ്ങളുടെ മേൽ ഇടപെടുവാൻ എൻ്റെ കർത്താവ് മതിയായവൻ. ആ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ കർത്താവിൽ ആഴമായി വിശ്വസിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.